സോ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, എങ്ങനെയാണ് ഫോറക്സ് ട്രേഡിംഗ് വർക്ക് ചെയ്യണത്. സോ നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ എങ്ങനെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എങ്ങനെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോണത്. സോ ഫസ്റ്റ്, എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഫോറക്സ് മാർക്കറ്റ്. സോ ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഷോർട്ടാണ് ഫോറക്സ്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലാണ് നമ്മൾ കറൻസീസ് ട്രേഡ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കറൻസി കൊടുത്തിട്ട് വേറൊരു കറൻസി വാങ്ങിക്കാം, ഒരു കറൻസി സെല് ചെയ്തിട്ട് അത് വേറൊരു കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടൊരു ഒരു ഫിസിക്കൽ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോളർ റേറ്റ് ഒരു 80 രൂപയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു US ഡോളറിൻ്റെ INR വാല്യൂ 80 രൂപയാണ്. ഓക്കെ, അതായത് ഒരു US ഡോളർ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? 80 രൂപ കൊടുക്കണം. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു കറൻസി എക്സ്ചേഞ്ചസ് കാണാമല്ലോ. അതായത് കറൻസി കൺവേർട്ട് ചെയ്യാനുള്ള ഓഫീസസ്, കാര്യങ്ങൾ, എക്സ്ചേഞ്ചസ് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ തൊട്ടടുത്തൊരു കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അവിടെ പോയിട്ട് ഒരു 1000 US ഡോളർ ഞാൻ ബൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു 1000 US ഡോളർ ബൈ ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ കൊടുക്കേണ്ടത് എന്താണ്? ഒരു US ഡോളറിന് 80 രൂപ വെച്ചിട്ട് $1000 വരുമ്പോൾ ഞാൻ അവിടെ ഒരു 80,000 രൂപ കൊടുത്തിട്ടാണ് 1000 US ഡോളർ ഞാൻ ബൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു 1000 US ഡോളർ ബൈ ചെയ്തു, അത് എൻ്റെ കയ്യിൽ തന്നെ വെച്ചു. 2 ദിവസം കഴിഞ്ഞു, അതായത് ആഫ്റ്റർ 2 ഡേയ്സ്, 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഡോളറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അതായത് ഒരു US ഡോളറിൻ്റെ വാല്യൂ 82 രൂപയായി. സോ നമ്മൾ വാങ്ങിച്ചപ്പോൾ 2 ദിവസം മുന്നേ ഒരു US ഡോളറിന്റെ വാല്യൂ 80 രൂപയായിരുന്നു. സോ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു US ഡോളറിന്റെ വാല്യൂ 82 രൂപയായി. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ കയ്യിൽ ഇപ്പോഴും $1000 കിടപ്പുണ്ട്. അപ്പോൾ ഒരു $1000 അന്നത്തെ US ഡോളർ INR വാല്യൂ എത്രയായി? 82,000 രൂപയായി. ഓക്കെ, 82,000 രൂപയായി. സോ അന്ന് ഞാൻ ഈ ഒരു 1000 US ഡോളർ എടുത്തിട്ട് ആ ഒരു കറൻസി എക്സ്ചേഞ്ചിൽ പോയിട്ട് ആ 1000 US ഡോളർ ഞാൻ അവിടെ സെല് ചെയ്തിട്ട് ഞാൻ അത് INR മാറ്റി. ഓക്കെ, INR മാറ്റിയപ്പോൾ എനിക്ക് അവിടെ എന്ത് കിട്ടി? 82,000 രൂപ കിട്ടി. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് 80,000 രൂപയ്ക്കായിരുന്നു. പക്ഷെ ഞാൻ സെല് ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു 82,000 രൂപ കിട്ടി. അപ്പോൾ എനിക്ക് രണ്ടാമത് സെല് ചെയ്തപ്പോൾ കിട്ടിയ പ്രൈസ് 82,000 രൂപയാണ്. ഞാൻ അവിടെ വാങ്ങിച്ചപ്പോൾ കൊടുത്ത പ്രൈസ് 80,000 രൂപയാണ്. അപ്പോൾ അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു 2,000 രൂപയുടെ പ്രോഫിറ്റ് അവിടെ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ആ 2 ദിവസം കൊണ്ട് എനിക്ക് അവിടെ ഒരു 2,000 രൂപയുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. അതായത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കറൻസിയുടെ US ഡോളറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റിയത്? ആ ഒരു 2,000 രൂപയുടെ പ്രോഫിറ്റ് അവിടെ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. വേറെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ സെയിം, നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു US ഡോളറിന്റെ വാല്യൂ 80 രൂപയായിരുന്നു. ഓക്കെ, 80 രൂപയായിരുന്നു ഒരു US ഡോളറിന്റെ വാല്യൂ. നമ്മളൊരു 1000 US ഡോളർ തന്നെ ബൈ ചെയ്തു. എത്ര കൊടുത്തിട്ട്? 80,000 രൂപ കൊടുത്തിട്ട് 1000 US ഡോളർ തന്നെ ബൈ ചെയ്തു. ആൻഡ് ആഫ്റ്റർ 2 ഡേയ്സ്, സോ 2 ദിവസം കഴിഞ്ഞപ്പോൾ US ഡോളറിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു. അതായത് ഒരു US ഡോളറിന്റെ വാല്യൂ എത്രയായിട്ട് മാറി? 78 രൂപയായി. ഓക്കെ, നമ്മൾ വാങ്ങിച്ചപ്പോൾ 80 രൂപയായിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് 78 രൂപയായി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു 1000 US ഡോളറിന്റെ അന്നത്തെ വാല്യൂ എത്രയായിട്ട് മാറി? 1000 ഇൻറ്റു 78,000 റുപ്പീസാണ് അന്നത്തെ ആ 1000 US ഡോളറിന്റെ വാല്യൂ. അപ്പം അന്ന് ഞാൻ ഒരു 1000 US ആ ഒരു കറൻസി എക്സ്ചേഞ്ച് സെല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന എത്രയാണ്? 78,000 രൂപയാണ് എനിക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ വാങ്ങിച്ചപ്പോൾ എത്രയായിരുന്നു? 80,000 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്. സെല് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 78,000 രൂപയാണ് നമുക്ക് അവിടെ സെല് ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, നമുക്ക് സെല് ചെയ്തപ്പോൾ കിട്ടിയത് അവിടെ 78,000 രൂപയാണ്. അപ്പോൾ അവിടെ എന്താ നടന്നത്? നമുക്കൊരു 2,000 റുപ്പീസിൻ്റെ നഷ്ടമാണ്, അല്ലെങ്കിൽ 2,000 റുപ്പീസിൻ്റെ ലോസ് ആണ് എനിക്ക് ഇവിടെ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിലോട്ട് നോക്കുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ച കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തപ്പോൾ എനിക്ക് അവിടെ പ്രോഫിറ്റ് ആയിരുന്നു 2,000 രൂപയുടെ. ഞാൻ വാങ്ങിച്ച കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തപ്പോൾ എനിക്ക് അവിടെ 2,000 രൂപയുടെ ലോസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് കറൻസി ട്രേഡിംഗ് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സാണ് നമ്മൾ ഓൺലൈനായിട്ട് ഒരു ബ്രോക്കർ ത്രൂ ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്നതും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ബട്ട് ഈ ഒരു പ്രോസസ്സാണ് ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ചസിൽ അല്ലെങ്കിൽ ഈ ഒരു കറൻസി എക്സ്ചേഞ്ചസിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ US ഡോളർ ഇൻവോൾവ് ആയിരുന്നു, INR ഇൻവോൾവ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യണം, നമ്മുടെ ഫോറക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിങ് വർക്ക് ചെയ്യണത്. ഓക്കെ,
സോ അണ്ടർസ്റ്റാൻഡിങ് ദ മോട്ടിവേഷൻസ് ബിഹൈൻഡ് ഫോറക്സ് ട്രേഡിങ്, അതായത് എന്തുകൊണ്ട് ആണ് ആൾക്കാർ ഫോറക്സ് ട്രേഡ് ചെയ്യണത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ ഫോറക്സ് ട്രേഡ് ചെയ്യണം, ആ ഒരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റോക്സ് ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ കറൻസീസ് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കറൻസിയുടെ വാല്യൂവിൽ ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ, മീൻസ് ഒരു സ്ട്രാറ്റജി ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സൈഡ് ഇൻകം ആയിട്ട്, അല്ലെങ്കിൽ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫുൾ ടൈം ജോലിയായിട്ട് തന്നെ ഈ ഒരു ഫോറക്സ് ട്രേഡിങ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ആൻഡ് സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് ടു എ 24 hours മാർക്കറ്റ്, അതായത് 24 hours ഓപ്പൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ 9:30 AM to 3:30 PM ആണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ആ സമയത്ത് ഫോറക്സ് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ 24 hours മാർക്കറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും, ഒരു ജോലി എടുക്കുന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒക്കെ ഒരു സൈഡ് ഇൻകം ആയിട്ട്, ഒരു സൈഡ് ഹസ്റ്റിലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ആ രീതിയിൽ നമുക്ക് കാര്യമായിട്ട് നോക്കാൻ പറ്റത്തില്ല. ബട്ട് ഒരു ഹെഡ്ജിങ് രീതിയിലോട്ടൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ ഇവിടെ പിന്നെയുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ലിവറേജ്. സോ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെറിയൊരു സ്മോൾ ക്യാപിറ്റൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു ബിഗ് പൊസിഷൻസ് അവിടെ ഓപ്പൺ ചെയ്യാനുള്ള, ബിഗ് പൊസിഷൻസ് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് ഫോറക്സ് ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് 24 hours ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ക്യാപിറ്റൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് ലോ എൻട്രി ബാരിയർ ആണ് ഫോറക്സ് ട്രേഡിങ്ങിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ എങ്ങനെ ഫോറക്സ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ഫോറക്സ് ട്രേഡിംഗ്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോറക്സ് ട്രേഡിങ്ങിലോട്ട് എത്താൻ പറ്റുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസിബിൾ ടു എവ്രി വൺ ആണ്. അതായത് ആർക്ക് വേണേലും ഇത് ആക്സസിബിൾ ആണ്. അതായത് ഒരു ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ, അതായത് ഒരു സ്മോൾ ക്യാപിറ്റലും ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫോറക്സ് ട്രേഡിംഗ്. പക്ഷേ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ അവിടെ വാഷ് ഔട്ട് ആവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അപ്പോൾ ഫേസ്റ്റ് തിങ് നിങ്ങൾക്ക് എന്ത് വേണം, ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം. സോ റൈറ്റ് ഗൈഡൻസ് മാറ്റേഴ്സ്. ഓക്കെ, സോ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി, അതായത് ഗൈഡൻസിലോട്ട് പറഞ്ഞ സമയത്ത് ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏത് ട്രേഡിംഗ് ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ കയ്യിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി വേണം. 2, ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ വേണം. പിന്നെ അതിൻ്റെ കൂടെ ഡിസിപ്ലിൻ, അതായത് നമുക്ക് ഡിസിപ്ലിനായിട്ട് ഈ ഒരു മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് അണ്ടർ കൺട്രോൾഡ് ആയിരിക്കണം. നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നമ്മുടെ മണി ഒരിക്കലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് മണി നമുക്ക് ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ, മണി മാനേജ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ, ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അവിടെ സീറോ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഫോറക്സ് ട്രേഡിങ്ങിലോട്ട് പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, കാര്യമായിട്ട് ആ ഒരു മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണത്, ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഫോറക്സ് മാർക്കറ്റിലോട്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഫോറക്സ് ട്രേഡിംഗ് ഹൗ ഇറ്റ് വർക്ക്. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു ഫോറക്സ് ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്തിട്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് സെല്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. അതായത് ഇവിടെ ബൈയിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് സെല്ലിങ്, അങ്ങനെ 2 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ ഫോറക്സ് മാർക്കറ്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഫോറക്സ് മാർക്കറ്റ് ഓപ്പറേറ്റ്സ് 24/5. അതായത് മൺഡേ ടു ഫ്രൈഡേ 24 hours മാർക്കറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു ജോലി ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും, നമ്മൾ എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ളത് ആ ഒരു ടൈം ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോറക്സ് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഫോറക്സ് മാർക്കറ്റിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ പറഞ്ഞ പോലെ വൈ ഫോറക്സ് ട്രേഡിംഗ് ഈസ് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി, അതായത് എന്തുകൊണ്ടാണ് ബിഗിനേഴ്സിന് ഒരു ഈസി ആയിട്ടുള്ള ഓപ്ഷനായിട്ട് ഫോറക്സ് മാർക്കറ്റ് പോകണത്. ഓക്കെ, സോ ലേൺ സ്ലോലി ബിഫോർ ഗോയിങ് ലൈവ് വിത്ത് ക്യാപിറ്റൽ. അതായത് നമുക്കിവിടെ പഠിക്കാനുള്ള, ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡെമോ അക്കൗണ്ട്സ്, അതായത് ബ്രോക്കേഴ്സ് ഡെമോ അക്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു റിയൽ മണിയിലോട്ട് പോകുന്നതിന് മുന്നേ
ഒരു ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്തിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു ലൈവ് അക്കൗണ്ടിലോട്ട് പോയാൽ മതിയാവും. ആൻഡ് അതുപോലെ തന്നെ അഫോർഡബിൾ എൻട്രി ആണ്. നമുക്കൊരു ലക്ഷങ്ങളുടെ ക്യാപിറ്റലോ ഒന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് ഒരു 500 രൂപയോ ഒരു 1000 രൂപയോ വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് സ്മോൾ, മെനി ബിഗിൻ വിത്ത് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്സിൽ വേണം. അതായത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്മോൾ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും പഠിക്കാൻ നോക്കാം. ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫോറക്സ് ട്രേഡിംഗ്, അതായത് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഫോറക്സ് ട്രേഡിങ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സോ ഫേസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഫോറക്സ് ട്രേഡിംഗ് ബ്രോക്കർ അക്കൗണ്ട് വേണം. അതായത് ഒരു ബ്രോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണത്, ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റണത്. ഓക്കെ, അതായത് ഫസ്റ്റ് ലേൺ ദ ബേസിക്സ്, ഡെവലപ്പ് ദ റിയൽ സ്കിൽ, അവോയ്ഡ് ഷോർട്ട് കട്ട്സ്, അണ്ടർസ്റ്റാൻഡ് റിസ്ക് ഇൻവോൾവ്, പ്രാക്ടീസ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. ഓക്കെ, അതുകൊണ്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇതിനകത്തോട്ട് ഇറങ്ങും. ഓക്കെ, സോ ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോറക്സ് ബ്രോക്കർ അക്കൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ഫോറക്സ് ബ്രോക്കർ ഞാനിവിടെ യൂസ് ചെയ്യുന്ന അൽപാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോറക്സ് ബ്രോക്കറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലിങ്ക് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫോറക്സ് ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് എങ്ങനെ ഒരു ഫോറക്സ് ബ്രോക്കർ അക്കൗണ്ട് ചൂസ് ചെയ്യാം, എങ്ങനെ ആ ഒരു ഫോറക്സ് ബ്രോക്കർ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാം, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോയുടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ അകത്ത് പറയാനുള്ളത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, എങ്ങനെയാണ് ഫോറക്സ് ട്രേഡിംഗ് വർക്ക് ചെയ്യണത്, നിങ്ങൾക്ക് എങ്ങനെ ഫോറക്സ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു ഫ്രീ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളൊരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ എങ്ങനെ ഫോറക്സ് ട്രേഡിംഗിൽ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാം, ആ ഒരു രീതിയിൽ ഒരു ഫ്രീ കമ്മ്യൂണിറ്റി, ഒരു ഫ്രീ ടെലഗ്രാം കമ്മ്യൂണിറ്റി നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രോക്കറിൽ സൈൻ അപ്പ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ബ്രോക്കറിൽ സൈൻ അപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്ക് ടെലഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ചൂസ് എ ഫോറക്സ് ബ്രോക്കർ, ആ ഒരു കാര്യമാണ്. ആൻഡ് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ